എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വേണ്ടി കലത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുടിക്കാനായി ഒരു കപ്പ് വെള്ളവും എടുത്തുകൊണ്ട് മുറ്റത്ത് സിറ്റൗട്ടിൽ വന്നിരുന്നു. മുറ്റത്ത് നല്ല ഇരുട്ടും തണുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം മുറ്റമൊക്കെ തൂത്തു. അതിന് ശേഷം നേരെ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ചായയൊക്കെ ഇട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ പൂ പറിക്കാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. തൊട്ടടുത്ത വീടെന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ വല്യച്ഛൻ്റെ കുടുംബ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടെയാകുമ്പോൾ നിറയെ ചെമ്പരത്തി പൂക്കളുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പൂ പറിക്കാൻ വേണ്ടി പോവുകയാണ്. പൂവൊക്കെ പറിച്ച് തട്ടത്തിൽ വെക്കണമല്ലോ. പൂജാമുറിയിലും തട്ടത്തിലുമൊക്കെ പൂ വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പൂവൊക്കെ പറിക്കുകയാണ് കേട്ടോ. പൂവൊക്കെ പറിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് തട്ടത്തിലൊക്കെ വയ്ക്കുന്നുണ്ട്. മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ അത്. അപ്പോൾ ഈ തട്ടത്തിൻ്റെ ഞാനിങ്ങനെ ഉപയോഗിച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ നിറമൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കാറില്ലായിരുന്നു. അപ്പോൾ നേരത്തെ ഒരു മൺചട്ടി പോലത്തെ ഒരു തട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അത് തറയിൽ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഇതെടുത്ത് വെച്ചതാണ്. അതിനൊക്കെ ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ആഹാരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ചോറ് വാർത്തതിന് ശേഷം കുടിക്കാനായി വെള്ളമൊക്കെ വെച്ചു കേട്ടോ. ശേഷം ഞാനും മക്കളും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മോനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യണം. ഹോസ്പിറ്റലിലായിരുന്നത് കൊണ്ട് ക്ലീനിങ്ങിനൊന്നും സമയം കിട്ടാറില്ലായിരുന്നല്ലോ. ആദ്യം തന്നെ നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് പുറത്തിറക്കി പൊടിയെല്ലാം തട്ടുന്നുണ്ട്. അപ്പോൾ മോനും കൂടി എൻ്റെ കൂടി ഹെൽപ്പിന് വന്നിട്ടുണ്ട് കേട്ടോ. പൊടിയൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ചെറിയ ജലദോഷമൊക്കെ മൂക്കടപ്പൊക്കെ ഉണ്ട് കേട്ടോ. മൂക്കടപ്പൊന്നും കുറവില്ല. അതാണ് സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത്. ഞാനും മോനും കൂടി പിന്നെ ഹാളിലേക്ക് വന്ന് ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഹാളിൽ ഏണിയും ഒക്കെ എടുത്ത് വെച്ചപ്പോഴേക്കും മോൻ ലാഡറിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കയറി കുറച്ചൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ അവന് പേടിയായി കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ അവനെ താഴേക്ക് ഇറക്കി. പിന്നെ ഞാനാണ് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തത്. ചില ദിവസങ്ങളിൽ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മടി തോന്നാറുണ്ടല്ലേ. എനിക്കും ഇങ്ങനെ മടിയൊക്കെ തോന്നുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് പാട്ടും കൂടിയൊക്കെ ടി വിയിലോ അല്ലെങ്കിൽ റേഡിയോയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പാട്ടൊക്കെ കേട്ടും കൊണ്ടാണ് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യാറുള്ളത്.
ഹാളിൽ 2 ഫാനാണുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഫാൻ അങ്ങനെ മോനെ കൊണ്ട് കുറച്ചൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മറ്റൊരു ഫാൻ ഞാനാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൊടി അലർജി ഉണ്ട്, എനിക്കും മക്കൾക്കുമൊക്കെ ഡസ്റ്റ് അലർജി നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത്. ഒരുപാട് നാൾ ക്ലീനിങ് ചെയ്യാത്തൊരു വീട് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ ശരിക്കും പൊടിയായിരുന്നു. അപ്പോൾ ഒരാഴ്ചയോളം നമുക്ക് നേരെ ഒന്നും പൊടിയൊന്നും അടിക്കാനോ തൂക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ലല്ലോ. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു മാസത്തോളം ക്ലീൻ ചെയ്യാത്തൊരു വീട് പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ശരിക്ക് ഞാൻ പൊടിയൊക്കെ അടിച്ചു നല്ലതുപോലെ തൂത്തൊക്കെ വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.